പാമ്പ് പോലുള്ള വിഷജന്തുക്കളെ പോലും ആഹാരമാക്കുന്ന ജീവിയാണ് പരുന്ത്. Eagle is a bird of prey which even makes poisonous beings like snakes as its food. അതിനെ തിരിച്ചുപദ്രവിക്കാനും നശിപ്പിക്കാനും ശക്തിയുള്ള ആഹാര ജന്തുക്കൾ. And these are animals who have the capacity to hurt the eagle in turn. എങ്ങനെയാണ് ഇത് അതിനെ കീഴ്പ്പെടുത്തുന്നത്? How does it subdue such beings? ആകാശമണ്ഡലങ്ങളിൽ മറ്റു ജീവികൾക്ക് യഥേഷ്ടം ശ്വസിക്കുവാൻ കഴിയാത്ത, അവയ്ക്ക് റിയാക്ട് ചെയ്യാൻ കഴിയാത്ത ഒരു പ്രതലമുണ്ട്. There is a realm in the higher places where the eagle would take these beings where it suffocates them. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ അറിയുന്ന, ദൈവവചനം അറിയുന്ന ദൈവമക്കൾ എന്താ ചെയ്യേണ്ടത്? So what should the children of God who know the word of God do? അതുകൊണ്ട് അഭിഷേകമുള്ള ദൈവാത്മാവുള്ള ദൈവജനം പ്രതികൂലങ്ങളെ ധാരണം ചെയ്യേണ്ടത് ആ സ്പിരിച്വൽ റിലംത്തിലാണ്. So that is where the children of God need to deal with the tribulations and trials which happen in their lives. That is in the spiritual realm. പ്രാർത്ഥനയും ആത്മനിറവിലുള്ള ആരാധനയും ശത്രുവിന്റെ പദ്ധതികളെ പൊളിക്കാനും ദൈവജനത്തിന് ജയം നേടാനുമുള്ള പ്ലാറ്റ്ഫോമാണ്. The platforms where the children of God can gain victory over their enemy is through prayer and spiritual worship.